ചില ഡെക്കറേഷൻ പരിപാടികൾ ആ പരിപാടി നടക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷത്തിലൊക്കെ ചെയ്തു തീർക്കാൻ ഭയങ്കര ആഹ്ലാദമായിരിക്കും അല്ലേ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ സ്ഥലം പഴയപടിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഡെക്കറേഷനൊക്കെ മാറ്റുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അത്ര രസമൊന്നും ഉണ്ടാവില്ല. ശരിക്കും മടി പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. ഇനിയും ഇതിവിടെ വയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇപ്പോൾ അടുപ്പിച്ചൊരു 4 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ക്രിസ്മസ് ട്രീ ആണിത്. ഓരോ പ്രാവശ്യം ഇത് ക്രിസ്മസിന് എടുത്തു വെക്കും, തിരിച്ച് അതേപടി തന്നെ വെൽ പാക്ഡ് ആയിട്ട് എടുത്തു വെക്കും. ക്രിസ്മസ് ഡെക്കോർസ് മാറ്റുന്നതിനിടയിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ക്രിസ്മസ് ട്രീയിലെ സീരിയൽ സെറ്റ് മാറ്റുക എന്നുള്ളത്. അത് സൂക്ഷിച്ച് മാറ്റിയില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ടൈം അത് തെളിയൂല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരുവിധം അത് എങ്ങനെയൊക്കെയോ നല്ല രീതിയിൽ അഴിച്ചു മാറ്റി വെച്ചു. ഈ പണി തുടങ്ങിയപ്പോൾ മുതൽ ചേച്ചിയുടെ കുഞ്ഞ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബോറടി ഒന്നും ഉണ്ടായില്ല എല്ലാ പ്രാവശ്യത്തെ പോലെ. പക്ഷെ ആളെന്നെ സഹായിക്കുകയാണോ അതോ എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കുവാണോ എന്നുള്ളതിലൊരു സംശയം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ? ഞാൻ ഇപ്രാവശ്യം റെസൊല്യൂഷൻസ് ഒന്നും കാര്യമായിട്ട് എടുത്തില്ല. ഒരാഗ്രഹമുണ്ട്. അതായത് ഞാൻ കുറച്ച് ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പല സമയത്തും എൻ്റെ വർക്ക് ലൈഫായാലും എൻ്റെ തിരക്കുകളുടെ ഇടയിലായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഒരു പോയിന്റിൽ നമുക്ക് മിസ് ചെയ്യും. അയ്യോ, നമ്മൾ കുറേ ചെയ്തിരുന്നതാണല്ലോ, ഇപ്പം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ അതിനെ പറ്റിയിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു വിഷമമൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വിഷമവും റിഗ്രറ്റും ഒന്നും ഇല്ലാതിരിക്കാനും, പിന്നെ നമ്മളുടെ വർക്ക് ലൈഫും അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പഠനത്തിൻ്റെ സമയമൊക്കെ എത്രയൊക്കെ ആയാലും നമുക്ക് എൻഡ് ഓഫ് ദ ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ കുറച്ചൊരു ഫ്രസ്ട്രേറ്റഡ് ആവും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണോ ഇഷ്ടം എന്ന് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അപ്പോൾ ലൈഫ് കുറച്ചും കൂടി സ്മൂത്ത് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും ഒപ്പം വർക്ക് ലൈഫും കൊണ്ടുപോകാനും ഞാൻ ശ്രമിക്കാൻ ഇപ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ റെസൊല്യൂഷൻസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ എൻ്റെ പണികളൊക്കെ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചീര മുളച്ചു, നമ്മൾ ചീരവിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ഇപ്പം കാഴ്ചയിൽ അത്യാവശ്യം ഹെൽത്തിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ നട്ട് വളർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് അത് അടിപൊളിയാണ്.